അത് കഴിഞ്ഞ പിന്നെ നിവിൻ പോളി പറഞ്ഞ പഴയ ലാലട്ടൻ സ്റ്റൈൽ ഒരു ബോയിനെ സ്റ്റോറുകൾ ചെയ്തിട്ടുണ്ട്. പടം നല്ല പടമായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ ഒരു വേറിട്ട ഒരു ഇതാണ് കണ്ടത്. ഇത് ശരിക്കും ഒരു ഹീറോ അങ്ങനെ ഒരു സംഭവമല്ല, കഥയാണ് ഇതിനകത്ത് ഹീറോ. അപ്പോൾ ബോബി സഞ്ജയ് ഇവരങ്ങനെയാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തതും, റൈറ്റർ ഓഫ് ട്രാഫിക് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വൈബ് ഈ സിനിമയ്ക്ക് മൊത്തത്തിലുണ്ടായി. ആ ഒരു ത്രില്ലിങ്, ഇമോഷണലി എല്ലാം കറക്റ്റായി. പിന്നെ സാംസിയസിൻ്റെ സ്കോർ ഗംഭീരമായിട്ട് സിനിമയ്ക്ക് ഇതായിട്ടുണ്ട്. പിന്നെ ഒരുപാട് വലിച്ചിട്ട് അത് കഥയക്കകത്ത് തന്നെ നിന്നിട്ട് ഗംഭീരമായിട്ട്, അങ്ങനെ സോങ്ങുകളോ അനാവശ്യ ഡൈവേഷനുകളോ ഒന്നുമില്ല. സംഗീതമാണെങ്കിലും ലിജോ മോളാണെങ്കിലും മൊത്തം കാസ്റ്റ് അടിപൊളിയാണ്. ടെക്നിക്കൽ സൈഡും അതിനുപരി നിൽക്കുന്ന എഴുത്താണ് ഇതിലത്തെ മെയിൻ ഹീറോ. നല്ലൊരു സിനിമയുടെ ഒരു ഫീൽ ഈ സിനിമ ആണ് കിട്ടുന്നത്. നല്ല പടം നല്ല കണ്ടിരിക്കാൻ നല്ല ത്രില്ലിങ് എലമെന്റ് ആണ് മൊത്തം. നിവിൻ പോളിയാണെങ്കിലും ലിജോ മോളും നല്ല ഉഗ്രൻ അഭിനയമാണ് അതിനകത്തുള്ളത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാത്തിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിവിൻ്റെ ഹിറ്റ് തന്നെ നല്ലൊരു ത്രില്ലിങ് ഇതാണ്. ബോബി സഞ്ജയ് ഇതിൻ്റെ കഥയാണ് ഏറ്റവും നല്ല. തിരക്കഥ സ്ക്രിപ്റ്റ് ഇതിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ സ്ക്രിപ്റ്റാണ്, അല്ലാതെ അനാവശ്യ സീനുകളൊന്നുമില്ല. ബോബി സഞ്ജയ് നല്ല രീതിയിലാണ്. പിന്നെ അരുൺ വർമ്മ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാവരും നല്ല ഉള്ള എല്ലാവരും. ലിജോ മോള് നല്ല രീതിയിൽ തന്നെ ലിജോ മോൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. കഥയാണ് അതിൻ്റെ ഇത്. നിവിൻ പോളി ആണെങ്കിലും നല്ലൊരു ഉഗ്രം കമ്മാബാക്ക് സർവ്വമയുടെ തിരിച്ചു വന്ന അതേ രീതിയിൽ തന്നെ ഒരു ത്രില്ലിങ് രീതിയിൽ തന്നെയുള്ളൊരു പടം. ഫസ്റ്റ് സീനായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ആണെങ്കിലും നല്ല ത്രില്ലറായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണ്ടുകൊണ്ടിരിക്കാം. നമുക്കിങ്ങനെ അനാവശ്യ സീനുകളൊന്നും ഇല്ലാതെ സസ്പെൻസായിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റും. കുഴപ്പമില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. നല്ലൊരു എന്ന് വെച്ചാൽ നമ്മുടെ ട്രാഫിക് മോഡൽ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നൊരു കഥയുണ്ടല്ലോ, ആ ഒരു മോഡലാണ് സഞ്ജയ് ബാബു ചെയ്തിരിക്കുന്നത്. ആ ഒരു ശൈലി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. ആ ഒരു ഒറ്റ ദിവസത്തെ കഥ. സംഗീതം ഏറ്റവും ബെസ്റ്റ് സംഗീതമാണ്. സംഗീതം നല്ലൊരു ഇമോഷനൊക്കെ നന്നായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം. ആ ഒരു അവസാനമായപ്പോൾ നല്ലൊരു ത്രില്ലർ പോലെയായിരുന്നു. പടം ഇമോഷണലി പറയുകയാണെങ്കിലും അവസാനമൊക്കെ ആകുമ്പോൾ ആക്ച്വലി ഒരു നല്ലൊരു എൻഡിങ് ആണ്. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയൊരു ഉഗ്രം പടമാണ്. എടുത്തു പറയുകയാണെങ്കിൽ സംഗീതവും ലിജോ മോളുടെ പെർഫോമൻസാണ്. അത് കഴിഞ്ഞ പിന്നെ നിവിൻ പോളി പറഞ്ഞ പഴയ ലാലട്ടൻ സ്റ്റൈൽ ഒരു ബോയിനെ സ്റ്റോറുകൾ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഉഗ്രനാണ്, ഒരു ലാഗും ഇല്ല. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് നല്ലതാണ്. അജയ് വർമ്മയുടെ ഡയറക്ഷൻ നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ് ഇത്. സർവ്വമായ കഴിഞ്ഞ അടുത്ത നിവിൻ പോളിയുടെ ഹിറ്റാണ്. നിവിൻ പോളി എടുത്തു വരാണ് ലിജോ മോളും സംഗീത പെർഫോമൻസാണ്.